കേന്ദ്ര സർക്കാരിന്റെ കടമെടുപ്പ് പരിധി ചോദ്യം ചെയ്ത് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചപ്പോൾ വാദിക്കാൻ ഹാജരായ മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ ഫീസായി ആവശ്യപ്പെട്ടത് 2,35,00,000 രൂപ. രണ്ടാം പിണറായി സർക്കാർ അധികാരമേറ്റ ശേഷം പുറത്തുനിന്നുള്ള അഭിഭാഷകർക്കായി ചിലവാക്കിയത് 10 കോടിയോളം രൂപയെന്നാണ് വിവരാവകാശ രേഖകൾ. കടമെടുപ്പ് പരിധിയിലെ നിയന്ത്രണം ചോദ്യം ചെയ്ത് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചപ്പോൾ വാദിക്കാനെത്തിയത് സീനിയർ അഭിഭാഷകൻ കപിൽ സിബൽ. ഫീസ് ഇനത്തിൽ ആവശ്യപ്പെട്ടത് 2.35 കോടി. ഇതിൽ 75 ലക്ഷം നൽകിയെന്നും വിവരാവകാശ പ്രവർത്തകൻ MK ഹരിദാസന് നൽകിയ വിവരാവകാശ മറുപടിയിൽ അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ് വ്യക്തമാക്കുന്നു. 3 തവണ കേസ് സുപ്രീം കോടതി പരിഗണിച്ചെങ്കിലും കേരളത്തിന് അനുകൂലമായ തീരുമാനമുണ്ടായിട്ടില്ല. അഡ്വക്കേറ്റ് ജനറലിന് സർക്കാരിന് വേണ്ട നിയമോപദേശം കൊടുക്കാൻ കഴിയാതെ 1 കോടി രൂപ പൊതുഖജനാവിലെ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലവാക്കി എന്ന് പറയുമ്പോൾ നമ്മുടെ കാലിയായ ഖജനാവിന്റെ അവസ്ഥയെക്കുറിച്ചിട്ട് സംസ്ഥാന സർക്കാർ ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചു എന്നാണ് പറയാനുള്ളത്. രണ്ടാം പിണറായി സർക്കാർ അധികാരമേറ്റ ശേഷം പുറമേ നിന്നുള്ള അഭിഭാഷകർക്ക് കേസ് നടത്താനും നിയമോപദേശത്തിനുമായി ചെലവായത് 9.18 കോടി രൂപ. അഡ്വക്കേറ്റ് ജനറൽ അടക്കം 144 അഭിഭാഷകർ പ്രതിമാസം 1.55 കോടി രൂപ ശമ്പളത്തിൽ ജോലി ചെയ്യുമ്പോഴാണ് ഈ അധിക ചെലവ്. റിപ്പോർട്ടർ അലി അക്ബർ ഷാ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.